ഇന്ന് ഡബിൾ ചോക്ലേറ്റ് വെച്ചിട്ടുള്ള നല്ലൊരു കുക്കീസാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ. ഒരു പാത്രം എടുത്ത് വയ്ക്കാം. നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്നരിച്ചെടുക്കാം. ഒരു സ്റ്റെയിനർ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുക്കാം. 1/3 അളവിൽ കൊക്കോ പൗഡർ, 1/4 കപ്പിനേക്കാൾ കുറച്ച് കൂടുതൽ, അതാണ് 1/3. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ അളവിൽ സോൾട്ട്, നന്നായിട്ടൊന്ന് അരിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഒരു ബൗൾ എടുത്ത് വയ്ക്കാം. അതിലേക്ക് ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ മെൽറ്റായിട്ടുള്ള ബട്ടർ വേണം. എന്നാൽ മാത്രമേ നമ്മൾ കുക്കീസ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. 5-6 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തെടുത്താൽ മതിയാവും. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലൊരു ക്രീമി ടെക്സ്ചറാണെങ്കിൽ മാത്രമേ കുക്കീസ് നന്നായി സോഫ്റ്റായിട്ട് വരുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ വല്ലാതെ ഹാർഡായിരിക്കും. പിന്നെ ഇതിലേക്ക് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഇത് 1/3 അളവിൽ വൈറ്റ് ഷുഗറാണ്, അത് ചേർത്ത് കൊടുക്കാം. വൈറ്റ് ഷുഗർ 1/3 കപ്പ് അളവിൽ എടുത്തിട്ട് പൊടിച്ചതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ബ്രൗൺ ഷുഗറാണ് ചേർക്കുന്നത്. ബ്രൗൺ ഷുഗർ 1/2 കപ്പ് അളവിലാണ്. ബ്രൗൺ ഷുഗർ മാത്രമായിട്ട് ചേർത്ത് കഴിഞ്ഞിട്ടാണ് ഇത് സെറ്റ് ആവാൻ്റെ ഒരു നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് സെറ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ബ്രൗൺ ഷുഗറും വൈറ്റ് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചോക്ലേറ്റ് റെസിപ്പീസിനൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് ബ്രൗൺ ഷുഗറാണ്. ഓക്കെ, സൈഡിലുള്ളതൊക്കെ ഉള്ളിലേക്ക് ഒന്നുകൂടെ തട്ടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു ക്രീമി ടെക്സ്ചർ ആവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 മുട്ട ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എഗ്ഗ് ചേർത്തിട്ടാണ് കുക്കീസ് ചെയ്യുന്നത്. പിന്നെ ഒരിക്കൽ എഗ്ലെസ് ആയിട്ടുള്ള കുക്കീസ് ചെയ്ത് കാണിക്കാം കേട്ടോ. 2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഈ സുഖമില്ലാത്തതുകൊണ്ട് വോയിസ് ഒന്നും കറക്റ്റായിട്ട് വരുന്നില്ല, സാരല്ല പോട്ടെ. നമുക്ക് നന്നായിട്ടൊന്നുകൂടെ ബീറ്റ് ചെയ്യാം. ഇതെപ്പോഴും ഒരേ രീതിയിൽ ബീറ്റ് ചെയ്ത് പോകരുത്. സൈഡിലുള്ള എല്ലാം കൂടെ ഒന്ന് നടുക്കിലേക്ക് ആക്കിയിട്ട് ഒന്നിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ സൈഡ് ഭാഗം മിക്സ് ആവാതെ അങ്ങനെ കിടക്കും. ഇത് മതി. ഇനി ഇതിലേക്ക് ഡ്രൈ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒന്നിച്ചിടരുത്, കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കണേ. ബാക്കിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സ്പാച്ചിൽ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഇതിലേക്ക് ചോക്കോ ചിപ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് അളവ് വരെ ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് അളവിൽ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്, നമുക്ക് ലാസ്റ്റ് ഒന്ന് മേലെ വെച്ച് കൊടുക്കാനാണ്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ ഇളക്കുന്ന സമയത്ത് കുറച്ച് ഹാർഡായിട്ട് തോന്നും, ഒന്നും കുഴപ്പമില്ല. അത് ചെയ്ത് വരുമ്പോൾ കറക്റ്റായി കിട്ടിക്കോളും. ഇത് ഒരുപാട് മിക്സ് ചെയ്യൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഈ ചോക്കോ ചിപ്സ് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ട്രേയിലേക്ക് സെറ്റ് ചെയ്യാം. ഞാനിത് അവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ബട്ടർ പേപ്പർ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്.
ഇതിലേക്ക് ഞാൻ ഇതുപോലൊരു സ്പൂൺ കൊണ്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ ഈ ഒരു അളവിൽ വെച്ചാൽ മതിയാവും. കുക്കീസ് ബേക്കായി വരുമ്പോൾ നല്ല സൈസിലേക്ക് വന്നോളും. കുറച്ച് വിട്ട് വിട്ട് വെക്കണം. ഗ്യാപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രം ഇത് ബേക്ക് ചെയ്യുന്ന സമയത്ത് അതിന് കുറച്ച് സ്പേസ് വേണം. അപ്പോൾ നമ്മൾ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ചായി കോളായി പോകും. ഓക്കെ, ഇതിപ്പോൾ കുറച്ച് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബേക്ക് ചെയ്യുന്നവരെ പുറത്ത് വെച്ചാൽ മതി. ഒരുപാട് ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. അതല്ല ചൂട് കുറവുള്ള സ്ഥലത്താണെങ്കിൽ പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ സ്പേസ് ഇട്ടിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാൻ. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ചോക്കോ ചിപ്സ് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ചേ വെച്ചിട്ടുള്ളൂ. ഇതിന് മേലേക്ക് കുറച്ച് ചോക്കോ ചിപ്സ് വെച്ച് കൊടുക്കാം. ഒരുപാട് സെൻറ്ററിലായിട്ട് വെക്കണം കേട്ടോ, നല്ലത് ബേക്കായി വരുമ്പോൾ കറക്റ്റ് അതിൻ്റെ നടുക്ക് വരുള്ളൂ. നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ ഷേപ്പില്ലാതെ എങ്ങനെയാണെന്ന് ചിന്തിക്കണ്ട. ബേക്കായി വരുമ്പോൾ കറക്റ്റ് ഷേപ്പിലേക്ക് വന്നോളും. ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് ചെറിയ ചോക്കോ ചിപ്സാണ്. കുറച്ചുകൂടെ വലിയ സൈസിലുള്ളത് വാങ്ങിക്കാനായിട്ട് കിട്ടും. അതായാലും മതി, കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതിന് മേലേക്ക് ഒരല്പം സോൾട്ട് ചേർത്ത് കൊടുക്കാം. ഞാനത് ബേക്കായി വരുന്ന സമയത്ത് ചെറിയൊരു സോൾട്ടി ഫ്ലേവർ ആകുമ്പോൾ കുറച്ചുകൂടെ നന്നായിരിക്കും. ഓവറായിട്ട് ഇട്ട് കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ മതി, നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പം ഞാൻ ഫുള്ളായിട്ട് വെച്ചിട്ടില്ല, ഇനിയുണ്ട് കേട്ടോ. പകുതി പോലും ആയിട്ടില്ല, കുറച്ചുകൂടി ഇരിക്കുന്നില്ല. നമുക്ക് സെക്കൻഡ് ട്രിപ്പായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാ കുക്കീസ് ആയിട്ടുണ്ട് കേട്ടോ. ചൂടുണ്ട്, ഞാൻ എടുത്തിട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പഠിക്കുമ്പോൾ കുറച്ച് സോഫ്റ്റായിട്ട് തോന്നാം, അത് കുഴപ്പമില്ല. തണുത്തതിന് ശേഷം ശരിയാകും. അപ്പോൾ ഇത് തണുക്കാനായി മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതേ ട്രേയിൽ തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനതൊന്ന് മാറ്റിയിട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇതാണ് കുക്കി റെഡിയാണ് കേട്ടോ. കാണുന്ന പോലെയല്ല, സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇനിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.